നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ വാട്സപ്പിൽ നമ്മൾ മസ്റ്റായിട്ടും എനേബിൾ ചെയ്യേണ്ട കുറച്ച് സെറ്റിങ്സ് ഏതാണ് എന്നുള്ളതാണ്. കാരണം ഇന്ന് നമുക്കറിയാം നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നമുക്കറിയാം നമ്മൾ മുൻപ് വാട്സപ്പിൽ നമുക്ക് ഏതെങ്കിലും ഒരു ലിങ്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോൺ ഹാക്കാകുമെന്നുള്ള ഒരു പ്രശ്നം മുൻപ് നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ പോലും നമ്മളുടെ വാട്സപ്പ് അവർക്ക് ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നോക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സ് നമ്മുടെ വാട്സപ്പിൽ നമ്മൾ എനേബിൾ ചെയ്തു വെച്ചാൽ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള മാൾവെയർ അറ്റാക്കുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫോണിനെ രക്ഷിക്കാനും നമ്മുടെ ഡാറ്റയും സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അടുത്തായി നമ്മൾ നമ്മുടെ ഫോണിലേക്ക് പോയതിന് ശേഷം നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന റൈറ്റ് സൈഡിലുള്ള ആ 3 ഡോട്ട് ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ കാണുന്ന സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് അക്കൗണ്ട് എന്നുള്ള ഒരു സെക്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മൾ ആദ്യം നോക്കുന്നത് സെക്യൂരിറ്റി നോട്ടിഫിക്കേഷനാണ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ഷോ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ഭാഗം കാണാം. ഇവിടെ നമ്മൾ മസ്റ്റായിട്ടും ഈ ഭാഗം നമ്മൾ ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളുടെ ഫോണിൽ ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഇത് മസ്റ്റായിട്ട് നമ്മളുടെ ഫോണിൽ എനേബിൾ ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സപ്പ് അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്യുന്ന ആ നിമിഷം തന്നെ നമുക്ക് നമ്മളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇത് നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിധത്തിലുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കില്ല. അപ്പോൾ ഇത് മസ്റ്റായിട്ടും എല്ലാവരും എനേബിൾ ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തായി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫോണിൽ നിന്നും സെക്യൂരിറ്റി നോട്ടിഫിക്കേഷനിൽ നമ്മൾ വീണ്ടും ബാക്ക് പോവുക. അതിനുശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന ഒരു ഭാഗം കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഞാൻ മുൻപ് ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചേഞ്ച് പിന്ന് എന്നാണ് വരുന്നത്. നിങ്ങളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ക്രിയേറ്റ് പിന്ന് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ നമ്മളൊരു 6 അക്ക പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾ പാസ്വേഡ് എങ്ങാനും ജസ്റ്റ് മറന്നു പോവുകയാണെങ്കിൽ അത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളോട് ഒരു ജിമെയിൽ ID കൂടി കൊടുക്കുക. നമ്മളുടെ ഇമെയിൽ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഞാനിവിടെ ഓൾറെഡി കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നിങ്ങളതങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉപയോഗിക്കുന്ന ഈ ജിമെയിൽ ID അതിവിടെ കൊടുത്ത് ആ വെരിഫിക്കേഷനും കൂടി ചെയ്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ പാസ്വേഡ് മറന്നു പോയാൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ആ പാസ്വേഡ് മറന്നു പോയാൽ തന്നെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ ഈ സെറ്റിങ്സും കൂടി എല്ലാവരും മസ്റ്റായിട്ടും ഓൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തായി നമ്മൾ നോക്കുന്നത് സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം നമുക്ക് കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്ക് ചാറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ചാറ്റ് ബാക്കപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. പല ആൾക്കാരും പറയാറുണ്ട്, നമുക്കറിയാം നമ്മളോട് ചാറ്റ് ചെയ്തതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാനും വല്ല വഴിയുണ്ടോ, ഞാൻ ചാറ്റ് ചെയ്തതും നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാതായി. അപ്പോൾ നമ്മളിവിടെ ചെയ്തു വയ്ക്കേണ്ടത് നമ്മളുടെ ഏതെങ്കിലും ജിമെയിൽ ID നമ്മളിവിടെ കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും. ഫ്രീക്വൻസി നമുക്കിവിടെ കാണാം, വീക്ക്ലി, മന്ത്ലി, അതൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് ഞാൻ ജസ്റ്റ് ഓടിച്ച് പറയുന്നുള്ളൂ, ഇതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഓടിച്ച് പറയുന്നത്. നമുക്ക് ഇൻക്ലൂഡ് വീഡിയോസ് വേണമെങ്കിൽ നമുക്കിവിടെ വീഡിയോസും ആഡ് ചെയ്യാം. എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ബാക്കപ്പ് ഓഫ് ആണെങ്കിൽ നമുക്കത് ഇവിടെ ഓൺ ചെയ്തിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിവിടെ എല്ലാ ചാറ്റ് ബാക്കപ്പും എൻക്രിപ്റ്റഡ് ആയിരിക്കും. വളരെയധികം പ്രൊട്ടക്ഷനോട് കൂടിയാണ് എൻക്രിപ്റ്റഡ് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് വീണ്ടും സെറ്റിങ്സിൽ തന്നെ നമുക്ക് പ്രൈവസി എന്നുള്ള ഭാഗം ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ കോൾസ് എന്നുള്ളൊരു ഭാഗം കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ സൈലൻസ് അൺനോൺ കോളേഴ്സ് എന്നുള്ളൊരു ഭാഗമുണ്ട്. നമുക്ക് അപരിചിതരിൽ നിന്നും വരുന്ന എല്ലാ കോളുകളും നമുക്കിവിടെ ഇത് ജസ്റ്റ് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപരിചിതരിൽ നിന്നും വരുന്ന എല്ലാ കോളുകളും ഡിസേബിൾ ചെയ്തിടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതും കൂടി നമ്മൾ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഹാക്കേഴ്സും മാൾവെയർ അറ്റാക്കുകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർമ്മിക്കുന്നു. എല്ലാവർക്കും ബൈ, താങ്ക് യു.